ഒരു കുഞ്ഞു കഥ പറയാം. ഒരു പൂന്തോട്ടത്തിൽ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു പൂമ്പാറ്റ, ഒരു ഒച്ച്. പൂമ്പാറ്റിനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ വളരെ ചടുലമായി ഭയങ്കര ഡൈനാമിക് ആയിട്ട് ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക്, അതിലെ തേൻ കുടിച്ചിട്ട് തൊട്ടടുത്ത പൂവിലേക്ക് ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകും. ഒച്ചാവുമ്പോ അറിയാലോ, വളരെ പതുക്കെ മാത്രമേ അതിന് നീങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ ഷെല്ല് അതിൻ്റെ ഒരു വീട് പോലെ അതിങ്ങനെ ഉപയോഗിക്കും. അതിങ്ങനെ വളരെ പതുക്കെയാണ് ഇങ്ങനെ എഴഞ്ഞ് ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക്, ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക്. ചിലപ്പോൾ ഒരു ഫുൾ ഡേ എടുക്കും ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് പോവാൻ തന്നെ. അപ്പോ പൂമ്പാറ്റ പക്ഷേ ഒരു ദിവസം തന്നെ പൂന്തോട്ടത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പാറിപ്പോകും. ഇവർ രണ്ടുപേരാണെങ്കിൽ ഭയങ്കര അടുത്ത ഫ്രണ്ട്സും ആണ്. അപ്പൊ ഈ പൂമ്പാറ്റ ഇടക്ക് ഈ ഒച്ചിനെ കളിയാക്കും, എന്നിട്ട് ഇങ്ങനെ ഗുണദോഷിക്കും, ഭയങ്കര മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇങ്ങനെ ഇത്ര പതുക്കെ കഴിഞ്ഞാല് നിനക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ, നിനക്ക് എവിടെ എത്താനൊന്നും പറ്റില്ല. ഞാൻ നോക്ക്, ഇന്ന് തന്നെ ഇപ്പൊ ഒരു 12 പൂവ് കവർ ചെയ്ത് 12 പൂവിന്റെ തേൻ കുടിച്ച് നീ ഇപ്പോഴും ഒരു ഇലമ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. രാവിലെ ഞാൻ പോയപ്പോ ഈ ഇലന്റെ ഒരു അറ്റത്തുണ്ടായിരുന്നു, ഇപ്പൊ നീ ഇതിന്റെ നടുവിൽ എത്തിയിട്ടുള്ളൂ, എന്താ ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവോ എന്ന് ചോദിച്ചു. ഒച്ച പറഞ്ഞു, എനിക്കിങ്ങനെ മതി, എന്റെ വേഗത ഇതാണ്, എന്റെ പേസ് ഇതാണ്, എന്റെ ഒരു രീതി ഇങ്ങനെയാണ്. എനിക്ക് മറ്റുള്ളവർ കാണാത്ത പൊതുവെ റഷ് പാസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് അതിനോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എനിക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. നീ കാണുന്ന അത്രയും ലോകം ഞാൻ കാണുന്നുണ്ടാവില്ല ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, പക്ഷെ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പൂമ്പാറ്റയ്ക്ക് ഇത് മനസ്സിലായില്ല. പൂമ്പാറ്റ ചോദിച്ചാൽ, എന്ത് ഡീറ്റെയിൽസ്, നീ എന്താണ് ഈ പറയണത്? നീ ഒരു ഇലമേൽ ഇങ്ങനെ ഇരിക്കല്ലേ, ഒരു പൂവുമേൽ ഇങ്ങനെ ഇരിക്കല്ലേ? അതെ, ഇലയുടെ ഞരമ്പുകൾ, പൂവിന്റെ ഇതളുകൾ, അതിന്റെ ടെക്സ്ചറുകൾ, അതിന്റെ മണങ്ങൾ, അതിന്റെ പ്രതലങ്ങൾ, ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിന്റെയൊക്കെ ആഴത്തിലേക്ക് നോക്കാനും അറിയാനും പറ്റുന്നുണ്ട്. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എനിക്കങ്ങനെ നിന്നെ പോലെ കുറെ കാണണമെന്ന് ഞാൻ വിചാരിച്ചാലും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോ ഈ പൂമ്പാറ്റ, ഇങ്ങനൊന്നും ആയോ പോരട്ടോ, നീ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നിനക്ക് എവിടെ എത്താനൊന്നും പറ്റില്ല, നിനക്ക് കാണാനൊന്നും പറ്റില്ല, ലോകം കുറെ വലുതാണ്, ഒരുപാട് നിനക്ക് മിസ്സായി പോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒച്ച പിന്നെയും പറഞ്ഞു, അത് സാരമില്ല, ചിലപ്പോ നിശ്ചലതയായിരിക്കും നമ്മളെ സത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ചലിക്കുന്നതാവണമെന്നില്ല എന്ന് പറഞ്ഞു. സ്റ്റിൽനെസ് ക്യാൻ ടേക്ക് us ക്ലോസർ ടു ട്രൂത്ത് എന്ന് സംടൈംസ്. ഓക്കെ, പൂമ്പാറ്റ പറന്നുപോയി. അന്ന് രാത്രി ആകാശത്ത് കറുത്ത മേഘങ്ങൾ നിറഞ്ഞ്, കാർമേഘങ്ങൾ മഴയായിട്ട് ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ഭയങ്കര കാറ്റടിച്ചു. കാട്ടിൽ മുഴുവൻ, അതായത് ആ പൂന്തോട്ടത്തിൽ മുഴുവൻ അതികഠിനമായ മഴ പെയ്തു. അപ്പോഴും ഒരു കട്ടിയുള്ള ഒരു ഇലയുടെ ചുവട്ടിൽ ഇങ്ങനെ ഒച്ചിങ്ങനെ പതുക്കെ സുരക്ഷിതമായി നിൽക്കുകയാണ്. പൂമ്പാറ്റ മാറി നടക്കുന്നതിൻ്റെ ഇടയിൽ കാറ്റടിച്ചിട്ട് അതൊരു കൊമ്പമ്മൽ തട്ടി അതിന്റെ ചിറക് ഒടിഞ്ഞു പോയി. ബാക്കിയുള്ള ചിറകാണെങ്കിൽ മഴയത്ത് മഴ പെട്ടെന്ന് പെയ്യാൻ തുടങ്ങിയിട്ട് നനഞ്ഞു. ആ നനഞ്ഞ ചിറക് ഒരു വശത്ത്, നനഞ്ഞു തൂങ്ങിയ ചിറക്, ഒടിഞ്ഞു പോയ ചിറക് വേറെ വശത്ത്. അതിനി പറക്കാൻ വയ്യ, നീങ്ങാൻ വയ്യ, മുന്നിലേക്ക് പോകാൻ വയ്യ. അതാകെ കുടുങ്ങിയ അവസ്ഥയിലായി. അത് കരയാൻ തുടങ്ങി. ഇപ്പൊ ഇനി വേറെ ഏതെങ്കിലും ജീവികളോ വന്ന് എന്നെ കൊത്തി തിന്നോ എന്നൊക്കെ പേടിക്കാൻ തുടങ്ങി. അപ്പോ പിറകിൽ നിന്ന് പതുക്കെ ഒരു ശബ്ദം അത് കേട്ടു, പേടിക്കണ്ടാട്ടോ, നീ എവിടെയാണോ ഉള്ളത് അവിടെ മുറുക്കി പിടിച്ച് നിന്നാ മതി എന്ന്. അപ്പൊ നോക്കിയപ്പോ ഒച്ചിങ്ങനെ പതുക്കെ ഈ പൂമ്പാറ്റ എന്ന് പറയാൻ മാത്രം ചിറകൊന്നുമില്ല, അതിൻ്റെ ഒരു എന്താ പറയാ, പകുതി മാത്രം പൂമ്പാറ്റയുടെ അവസ്ഥയിലാണുള്ളത്, ബാക്കി അത് പുഴുവിനെ പോലെയാണുള്ളത്. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ഈ ഒച്ചിങ്ങനെ എഴഞ്ഞ് ചെല്ലുകയാണ്. എന്നിട്ട് പതുക്കെ ഒരു കട്ടിയുള്ള ഒരു ഇല എടുത്തിട്ട് വളച്ച് അതിന്റെ മീതെ വെച്ചു കൊടുത്തിട്ട് കാറ്റിനെതിരെ അതിനെ സുരക്ഷിതമാക്കി നിർത്തി ഈ പൂമ്പാറ്റയെ, തന്റെ കൂട്ടുകാരനെ. എന്നിട്ട് ഒച്ച പറഞ്ഞു, നീ ഇതിലേക്ക്
അള്ളിപ്പിടിച്ച് വളരെ ഹോൾഡ് ചെയ്തിങ്ങനെ നിന്നാൽ മതി. ഈ കാറ്റ് അവസാനിക്കും, ഈ മഴ തോരും, ഈ രാത്രി തീരും, എന്നിട്ട് നാളെ സൂര്യൻ ഉദിക്കും. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് ഈ ലോകത്തെ പിന്നെയും ഒരിക്കൽ കൂടി കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സമാധാനമായത്. പൂമ്പാറ്റയ്ക്ക് സമാധാനമാവുക മാത്രമല്ല ചെയ്തത്, ഒരു തിരിച്ചറിവും കൂടി ഉണ്ടായി. അതിൻ്റെ ഒരു ചിറക് ഒടിഞ്ഞു പോവുകയും ഒരു ചിറക് നനഞ്ഞ് ഉപയോഗിക്കാനാവാതെ ആവുകയും ഒക്കെ ചെയ്തപ്പോൾ ഓടിപ്പെടഞ്ഞ് പാറിപ്പറന്ന് സുന്ദരിയായി നടക്കുന്നതിൽ മാത്രമല്ല കാര്യം, ചിലപ്പോഴൊക്കെ ഒരിടത്ത് നിശ്ചലമായി നമ്മളുടെ തന്നെ ഉള്ളിലേക്കും പ്രപഞ്ചത്തിന്റെ അകത്തേക്കും നോക്കി ദൈവസ്മരണയോടെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്നതിലും ഒരു വലിയ കാര്യമുണ്ട്. ജീവിതത്തിനെ നമ്മൾക്ക് ലൈഫിന്റെ ഒരു ബ്യൂട്ടിയെ, ലൈഫിന്റെ ഒരു മീനിങ്ങിനെ നമുക്ക് അങ്ങനെ ഇടക്കൊക്കെ ഇരുന്നിട്ടില്ലെങ്കിൽ, അങ്ങനെ ഇടക്കൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ മിസ്സായി പോകും എന്ന് പറഞ്ഞൊരു കാര്യം കൂടി അന്ന് രാത്രി ഒച്ച ഉണ്ടാക്കി കൊടുത്ത ആ കുഞ്ഞു കൂടിനകത്ത് സുരക്ഷിതമായിരുന്നപ്പോൾ ചിറകൊക്കെ നഷ്ടപ്പെട്ട് പറക്കാൻ ഇടമില്ലാതെ, പറക്കാൻ സാധ്യതകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ അന്ന് രാത്രി പൂമ്പാറ്റക്ക് ആ ഒരു കാര്യം